ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തിന്നിലാപുരം. മെയ് മാസം 30-ാം തീയതിയാണ് ഒന്ന് വരുന്നത്, തിങ്കളാഴ്ച. ഇടവ മാസം 16-ഉം ദുൽഖഅദ് 21-മാണ് ഇന്ന്. കരിമ്പ ഷമീർ മരിച്ചു. മണ്ണാർക്കാട് ഭാഗത്തും പാലക്കാട് ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഏതിനും ഓടി വരുന്ന ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയാണ് ഷമീർ കരിമ്പ. 42 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ മരം വെട്ടാൻ വേണ്ടിയിട്ട് എവിടെയോ പണിക്ക് പോയപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് നെഞ്ചുവേദന വന്നിട്ട് മൂപ്പരെന്നെ മോട്ടോർ സൈക്കിളിൽ അടുത്തുള്ള ആശുപത്രിയിൽ പോയി നോക്കിയപ്പോൾ ECG എടുത്തപ്പോൾ ഹൃദയം വല്ലാണ്ട് മെഡിക്കൽ കമ്മിയാണ്, എത്രയും പെട്ടെന്ന് വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മൂപ്പനെ എടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് എത്തുന്ന മുമ്പന്നെയായിട്ട് മരിച്ചു. ഉത്തരാഖണ്ഡിൽ തുരങ്കം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് കുറേ ആൾക്കാർ ഗനിയിലൊക്കെ പെട്ട് അപകടത്തിൽപ്പെട്ടപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി മൂപ്പര് പോയിട്ടുണ്ടായിരുന്നു. മലമ്പുഴൻ്റെ അടുത്തുള്ള കൂമ്പാച്ചി മലയിൽ ബാബു എന്ന ഒരു ബാല്യക്കാരൻ കുടുങ്ങിയപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പട്ടാളക്കാരുടെ എന്തിനും തയ്യാറായിട്ട് മൂപ്പര് പോയി. എത്ര വലിയ കുത്തനെയുള്ള കയറ്റമാണെങ്കിലും, കുത്തനെയുള്ള മലയാണെങ്കിലും, കുത്തനെയുള്ള ചെരുവാണെങ്കിലും, എത്ര അടിയൊഴുക്കുള്ള പുഴപ്പാലമാണെങ്കിലും, എന്ത് പുഴയിൽ എത്ര അടിയൊഴുക്കുണ്ടെങ്കിലും അതൊന്നും മൂപ്പർക്ക് വിഷയമല്ല. എവിടെ വേണമെങ്കിൽ ചാടി ഓടി ജീവൻ രക്ഷപ്പെടുത്തും. എത്ര ആൾക്കാർ കണ്ടിട്ടും ഒന്നും പറ്റാണ്ട് തിരിച്ചു പോകുമ്പോൾ മൂപ്പര് ഞാൻ ശരിയാക്കി തരാം, ഇപ്പോൾ ശരിയാക്കി തരാം, രക്ഷപ്പെടുത്തി തരാൻ പറഞ്ഞു. ഒരു മടിയില്ല. അതിലേക്ക് അങ്ങോട്ട് മൂപ്പര് ചാടി ഇറങ്ങുക പതിവാണ്. ഒരുപാട് പേരിനെ വെള്ളത്തിൽ പെട്ടിട്ട് നീന്താനറിയാണ്ട് ഇറങ്ങിയറിയപ്പോൾ ഈ ഷമീർ കരിമ്പിയാണ് അതിന്നൊക്കെ അവനെ വലിച്ച് കരയ്ക്ക് കയറ്റിക്കൊണ്ടുവന്ന് ജീവൻ രക്ഷിച്ചത്. അതുപോലെ ആംബുലൻസ് കൊണ്ടുപോകേണ്ട ബോഡിയൊക്കെ എത്ര പൊളിഞ്ഞതാണെങ്കിലും പീസായതാണെങ്കിലും മൂപ്പര് വാരിക്കൂട്ടി അതിനെ ആംബുലൻസിൽ തന്നെ കയറ്റി ആശുപത്രി എത്തിച്ചിട്ടുണ്ട്. ഒരു അറപ്പുമില്ല, പേടിയില്ല എന്നുള്ള ഒരവസ്ഥയിലുള്ളൊരു നല്ലൊരു മനുഷ്യനായിരുന്നു ആ ചെറുപ്പക്കാരൻ. പലപ്പോഴും മൂപ്പൻ്റെ ജീപ്പ് ആംബുലൻസായിട്ട് ഓടിയിട്ടുണ്ട്. അതായത് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട രോഗികളെയാണെങ്കിലും ബോഡിയാണെങ്കിലും മൂപ്പൻ്റെ ജീപ്പിൽ കയറ്റിയിട്ട് ആശുപത്രികളിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ ക്രെയിനായിട്ട് മൂപ്പൻ്റെ ജീപ്പ് ഓടും. വല്ല വണ്ടിയും വാഹനവും ആക്സിഡൻറ്റിലോ വല്ലവിടെയും പെട്ടിട്ടുണ്ട് പറഞ്ഞാൽ കരയ്ക്ക് വലിച്ചു കയറ്റാനും റോട്ടിക്ക് വീത്ത് വലിക്കാനൊക്കെ മൂപ്പൻ്റെ ജീപ്പ് നല്ല ഉപകാരമായിരുന്നു. ഒരു നാടിന് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഷമീർ കരിമ്പ മരിച്ചത് എല്ലാവരും ദുഃഖത്തിലാഴ്ത്തി. ഇന്ന് കാലത്ത് 10 മണിക്ക് കരിമ്പ പള്ളിൻ്റെ മുമ്പുറത്ത് കുറച്ച് നേരം മയ്യത്ത് കാണാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഖബർസ്ഥാനിൽ അവനെ അടക്കം ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത്. മൂപ്പൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് നാടിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് ഒക്കെ വളരെ ഉപകാരമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് പറഞ്ഞു വരുന്നത്. സർക്കാർ സേവനങ്ങളിലൊക്കെ മൂപ്പര് വലിയ താല്പര്യം കാണിച്ച വ്യക്തിയാണ്. ആളുടെ ഭാര്യ ഷുഹദ, മക്കൾ മുഹമ്മദ് ഷിഫാസ് UAE-യിലും ആണ് ഉള്ളത്. ഷിഫാനിയും മുഹമ്മദ് ഷംനാസും ഷാനിബിയും വേറെ മക്കളാണ് മൂപ്പൻ്റെ. ആലത്തൂർ വ്യാപാരി വ്യവസായിൻ്റെ 2 കൊല്ലത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്നലെ അളിയ മഹലിൽ വെച്ചിട്ട് നടന്നു. നിലവിലുള്ള ഷെയ്ഖ് ഷിനാവിയും മുസ്താബി ആലത്തൂരുമാണ് പ്രധാനമായിട്ട് മത്സരിച്ചത്. 3ാമത്തെ തവണയും ഷെയ്ഖ് ചിന്നാവ് തന്നെ ജയിച്ചു. കുറേ ആൾക്കാരൊക്കെ വിചാരിച്ചു മുസ്താബി ആലത്തൂരായിരിക്കും ജയിക്കുന്നു. 2 കൊല്ലത്തിൻ്റെ കണക്ക് അവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോൾ പലർക്കും അതിൽ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അതിനെയൊക്കെ മൂപ്പര് തക്ക മറുപടി കൊടുത്തിട്ട് അവനെ അവിടെ ഇരുത്തി. എന്നാലും കണക്കിൽ എന്തൊക്കെയോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കണക്കൊക്കെ ശരിക്കും ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണമെന്ന് അതിൻ്റെ എതിർ സ്ഥാനാർത്ഥിൻ്റെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂപ്പര് അതിനുള്ള കാര്യകാരണങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കുറേ നേരമൊക്കെ തല്ലും വക്കാണോ ചീത്ത വിളിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കാര്യങ്ങൾ ശരിയായി. ഇതുവരെ സംഘടനയ്ക്ക് വേണ്ടി മൂപ്പര് എന്തൊക്കെ കാട്ടി അവൻ്റെ സംഘടന ജനങ്ങൾക്കും ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് തിന്നേണ്ട സമയമായപ്പോൾ യോഗം നിർത്തിവെച്ചു. എല്ലാവരെ കൊണ്ടും ചോറ് തിന്നിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നോക്കുമ്പോൾ അവിടെ ആളിൽ മിനിറ്റ് വെച്ച് കസാലകളിൽ ആൾക്കാർ നേരത്തെ കാലത്തിരുന്നു. പല ആളുകൾക്ക് ആദ്യത്തെ പന്തിയിൽ കിട്ടിയില്ല. രണ്ടാമത്തെ പന്തിയിൽ ആൾക്കാർ എണിക്കുമ്പോൾ അവിടെ ആൾക്കാർ കുത്തിയിരുന്നു. ചിക്കൻ ബിരിയാണിയായിരുന്നു ഉണ്ടായിരുന്നത്. 650 ആൾക്കാർ ചോറ് തിന്നാനും യോഗത്തിലും പങ്കെടുത്തു. ചോറ് തിന്നു കഴിഞ്ഞതും 2:30 ആയപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളായി. ബാബു കോട്ടയിൽ ജില്ലാ പ്രസിഡൻ്റായ ആളാണ് അതിനുള്ള നേതൃത്വം നൽകിയത്. ഒടുക്കം എല്ലാവരും അത്യാവശ്യമുള്ളവരൊക്കെ നിന്നിട്ട് വോട്ട് ചെയ്തിട്ട് അവർ എൻ്റെ വീട്ടിലേക്ക് പോയി. വോട്ട് ചെയ്ത് പോണവർക്ക് മുമ്പുറത്ത് വെജിറ്റബിൾ പപ്സും ചായൻ്റെ വെള്ളവും ഉണ്ടായിരുന്നു. രാവിലെ പോയപ്പോഴും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ ഇവർ കുട കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട കിട്ടിയ സന്തോഷത്തിലും ചെറുപ്പക്കാരായ കുറേ വ്യാപാരികളുള്ളത് കൊണ്ടും ആണ് ജയിച്ചത് എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. യുവാക്കളൊക്കെ പിന്നെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ട് കൂടമാടെ എന്ന് പറയപ്പെടുന്നുണ്ട്. ഒടുക്കം 7 മണിയായപ്പോൾ വോട്ട് എണ്ണി തീർന്നു. അങ്ങനെ മൂപ്പരിനെ എണ്ണി നോക്കിയപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഷെയ്ഖ് ചിന്നാവിയാണ് ജയിച്ചത് എന്ന്. അങ്ങനെ 7:30 ആലത്തൂർ കോർട്ട് റോഡിൻ്റെ അതിൽ കൂടെ നടന്നു ജാഥയായിട്ട്. പെട്ടെന്ന് അവർക്ക് പടക്കം പൊട്ടിക്കാൻ തോന്നി. ബസ്സിൻ്റെ പുറത്ത് വെച്ചിട്ട് തന്നെ പടക്കം പൊട്ടിച്ചു. അപ്പുറം നിൽക്കുന്നവൻ്റെ മേലൊക്കെ തട്ടുമായിരുന്നു അതിൻ്റെ മൊരി. അതൊന്നും ഉണ്ടായില്ല. നല്ലോണം പടക്കം പൊട്ടിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളൊക്കെ നെട്ടി എണിച്ചു. അങ്ങനെ അവൻ്റെ ആഹ്ലാദ പ്രകടനം നടന്നു. മുഷു ബമ്പർ അടിച്ചത് ആലപ്പുഴയിൽ. പുന്നപ്പറയത്ത് അതോ ആൾക്കാണ് അടിച്ച് പേര് വിവരം കിട്ടിയിട്ടില്ല. തിരുവമ്പാടി ഏജൻസിയിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് 12 കോടി റുപ്യ അടിച്ചത്. എന്നാൽ എല്ലാ കൊല്ലവും പാലക്കാട്ടേക്ക് കെട്ടിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് 1 കോടി റുപ്യ വേറെ പ്രൈസൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയ പ്രൈസുകൾ നിറച്ചുമുണ്ട്. ആലത്തൂരിലൊന്നും ആർക്കും അങ്ങനെ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പലർക്കും നഷ്ടക്കച്ചവടമാണ് ഉണ്ടായി കിടക്കുന്നതെന്നാണ് പറയുന്നത്. ആലത്തൂർ കോർട്ട് റോട്ടിൽ അളുകൾ ചളി ഇപ്പോഴും ഉണ്ട്. കറുപ്പ് കളറിലുള്ള ചളി പാതയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ചാല് തോണ്ടിയിട്ട് നേരെ വൃത്തിയാക്കാണ്ടും കസറാത്തുകൾ കൊണ്ടുപോകാത്ത കൊണ്ടും അത് മഴ വന്നപ്പോൾ പാതയിലെത്തി. ഗേൾസ് സ്കൂളിൻ്റെ മുമ്പുറത്തുള്ള വഴിൻ്റെ വരത്ത് പൈപ്പ് പൊട്ടിയിട്ട് 3 കുഴൽ കുത്തി നാട്ടി വെച്ചിട്ടുണ്ട്. അത് ഇനി ശരിയാക്കിയാലേ മൂടാൻ പറ്റുള്ളൂ. അത് കുഴിയാണെന്നറിയാൻ വേണ്ടിയിട്ട് നാട കൊണ്ട് കെട്ടിയിട്ടുണ്ട് 4 പുറം. 3 കുഴൽ പൈപ്പ് കണ്ടാൽ തോന്നും പുട്ടുകുറ്റിയാണ് എന്നാണ് തോന്നുക. അങ്ങനെ കോർട്ട് റോഡിലത്തെ കാര്യങ്ങൾ, കോർട്ട് റോട്ടിൽ പണികൾ പകുതി പണിയായിട്ട് അവിടെയും ഇവിടെയും കിടക്കുകയാണ്. പാതിയും കേട് വന്നു, 2 ഓരവും കേട് വന്നു. ചാല് കയറിയിട്ട് ചാല് വൃത്തിയാക്കിയ ബാക്കി കസറാത്തുകൾ കൊണ്ടുപോയിട്ടുമില്ല.
സിനിമ കണ്ടിട്ടാണ് ഗാന്ധിജി ഉണ്ട് എന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത്. അതുവരെ മഹാത്മാഗാന്ധി ആരാണെന്ന് പോലും അറിയില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പൊട്ടത്തരമാണ് പറയണമെങ്കിലും കുറേ ജനങ്ങൾ ഗാന്ധിജിനെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് ഒരു വിഭാഗം പാർട്ടിക്കാർ പറയണത്. ഗാന്ധിജി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ആരും മനസ്സിലാക്കണില്ല. പക്ഷേ അറിയണവർക്കറിയും. അത് വെളിവും വെക്കാനും ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഗാന്ധിജിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. ഇക്കുറി നേരത്തെ കാലത്തെ മഴക്കാലം വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ തുടക്കമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മഴ നല്ലോണം തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അമേരിക്കൻ്റെ മുമ്പത്തെ പ്രസിഡൻറ്റ് ട്രംപ് മൂപ്പൻ്റെ വിമാനം വിറ്റു. കോടതിയിൽ കണ്ടമാനം കേസ് ഉള്ളതുകൊണ്ട് അത് നടത്താനുള്ള പൈസയില്ല, തിരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കണമെങ്കിലും കാശ് വേണം പറഞ്ഞിട്ട് മൂപ്പര് 50 കോടി റുപ്യ വില വരുന്ന വിമാനം വിറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. KSTA പറയുന്ന ടീച്ചർമാരുടെ സംഘടനയെ മുഖ്യമന്ത്രി വക്കാണിച്ചു. കുട്ടികൾ പഠിക്കാണ്ടാണ് മാർക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പഠിക്കാണ്ടല്ല, നിങ്ങൾ വേണ്ട പോലെ മാർക്ക് കൊടുക്കാണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാറിൽ 42 ആടുകളിനെ കാട്ടുനായ്ക്കൾ കടിച്ചു കൊന്നു. മേയാൻ വിട്ടാണവ നോക്കിയപ്പോൾ 10-20 കാട്ടുനായ്ക്കളും കുറുക്കനും ഒക്കെ കൂടിയിട്ട് വന്ന് 4 പേർക്കും കടിച്ച് വലിച്ച് അതിൻ്റെ എല്ലും തോലും മാത്രം അവിടെ വെച്ചിട്ട് പോയി. മൂന്നാറിൽ വട്ടവട ചിരന്തിയാറിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ ചത്ത ആടുകളുടെ ഫോട്ടം ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ 1ാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉടമ കനകരാജന് ഏങ്ങി കരയുന്ന ചിത്രം അതിലുണ്ട്. നല്ല നഷ്ടം വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ചില ആടുകൾ മുഴുക്ക തിന്നിട്ടുമുണ്ട്. 4 ലക്ഷം റുപ്യൻ്റെ നഷ്ടം വന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കേൾക്കുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, ലൈക്കും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് മഴ ശക്തമായി തുടങ്ങി. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.